بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: من آتاه الله مالا فلم يؤدي زكاته مثل له ماله يوم القيامة شجاعا أقرع له زبيبتان يأخذ بلهزمتيه يوم القيامة فيقول أنا مالك أنا كنزك ثم تلا هذه الآية: ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خير لهم بل هو شر لهم. നബി പറഞ്ഞു, അള്ളാഹു ഒരാൾക്ക് ധനം നൽകി, അവനതിലുള്ള സക്കാത്ത് നൽകിയില്ല എങ്കിൽ പുനരുദ്ധാന നാളിൽ ആ ധനം അവൻ്റെ മുമ്പിൽ തലയിൽ 2 കറുത്ത പുള്ളികളോട് കൂടിയ തല വെളുത്ത ഒരു വലിയ സർപ്പത്തിൻ്റെ രൂപത്തിൽ തലപൊക്കി നിൽക്കും. അവൻ്റെ 2 കവിൾത്തടങ്ങളിലും പിടിച്ചുകൊണ്ടത് പറയും: ഞാൻ നിൻ്റെ ധനമാണ്, നീ നിക്ഷേപിച്ചു വച്ചിരുന്ന നിൻ്റെ നിധിയാണ്. തുടർന്ന് വിശ്വാസലമ ഈ ഖുർആനായത്ത് ഓതി: ولا يحسبن الذين يبخلون بما آتاهم الله من فضله بل هو خير لهم بل هو شر لهم. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ധനത്തിൽ പിശക്ക് കാണിക്കുന്നത് അവർക്ക് ഗുണകരമാണെന്നൊരിക്കലും വിചാരിക്കേണ്ടതില്ല, മറിച്ച് മഹാദോഷകരമായിട്ടാണ് ഭവിക്കുക. സക്കാത്തുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ഇവിടെ വിവരിക്കുകയാണ്. കച്ചവടത്തിൻ്റെ സക്കാത്ത് 2%. അത് കണക്കാക്കേണ്ടത് കൈവശമുള്ള പണം കൃത്യമായിട്ട് കണക്കാക്കുക, എന്നിട്ട് സ്റ്റോക്കുള്ള ചരക്കിൻ്റെ യഥാർത്ഥ വില കണക്കാക്കുക, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കടവും കൂട്ടുക. ഇതെല്ലാം കൂട്ടിയതിന് ശേഷം കൊടുക്കാനുള്ളത് കുറക്കുക. ആർക്കും കൊടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അത് കുറക്കുക. ബാക്കിയുള്ള സംഖ്യക്കാണ് 2% സക്കാത്ത് നൽകേണ്ടത്. അതിൻ്റെ നിസാബ് 85 ഗ്രാം സ്വർണമാണ്. അതിന് തുല്യമായ പണം ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുക. കച്ചവടം തുടങ്ങി 1 വർഷം ഹൗല് പൂർത്തിയാകേണ്ടതുണ്ട്. അതായത് ഹൗൽ എന്ന് പറഞ്ഞാൽ 1 വർഷം പൂർത്തിയാകേണ്ടതുണ്ട്. അതുപോലെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ മാത്രം വരുമാനമുള്ള ശമ്പളക്കാർക്ക് സക്കാത്ത് ബാധകമാകുകയില്ല. എന്നാൽ അത്തരം ശമ്പളക്കാരത് ചിലവാക്കാതെ സ്വരൂപിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയുമാണെങ്കിൽ 1 വർഷം തികയുമ്പോൾ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഉയർന്ന ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ പോലുള്ളവരൊക്കെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചമുള്ളവരായിരിക്കും. ആ മിച്ചമുള്ള സംഖ്യ 85 ഗ്രാം സ്വർണത്തിൻ്റെ വിലയായി കഴിഞ്ഞാൽ മറ്റ് വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് 2.5% സക്കാത്ത് നൽകേണ്ടതുണ്ട്. ഉയർന്ന ശമ്പളമുള്ള ചില ആളുകൾ ആഡംബര ജീവിതത്തിന് വേണ്ടി ഇടയ്ക്കിടെ കാറുകൾ മാറ്റാറുണ്ട്, പുതിയ മോഡൽ വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കാറുണ്ട്. ഇത്തരക്കാർ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതിന് സക്കാത്ത് നൽകണമെന്നാണ് ആധുനിക പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത്. ഉദാഹരണത്തിന് 50,000 രൂപ വരുമാനമുള്ള ഒരാൾ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി 25,000 രൂപ ഉണ്ടെന്ന് കരുതുക. എങ്കിൽ ആ സംഖ്യക്ക് 2% സക്കാത്ത് നൽകേണ്ടതുണ്ട്. 1 വർഷത്തിലാണെങ്കിൽ 25,000 വെച്ച് 12 മാസം ആകുമ്പോൾ 3 ലക്ഷം രൂപ. അതിൻ്റെ 2.5% സക്കാത്ത് നൽകുക. ഇത് അതാത് മാസം കണക്കാക്കി നൽകാവുന്നതുമാണ്. ഈ വിഷയമായി വന്ന പണ്ഡിതന്മാരുടെ ഫത്വകളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഉയർന്ന വേതനം, അതുപോലെ കൺസൾട്ടൻസികൾ, കോൺട്രാക്ടേഴ്സ്, സർവീസ് ഏജൻസികൾ, ഇവർക്ക് ലഭിക്കുന്ന ഫീസുകൾ എന്നിവയ്ക്ക് അതിലേക്ക് ലഭിക്കുമ്പോൾ തന്നെ നിസാബ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് നൽകണം.
നിസാബ് തികയുന്നില്ലെങ്കിൽ വർഷം പൂർത്തിയായ നിസാബ് തികഞ്ഞ ഇതര വരുമാനങ്ങളുണ്ടെങ്കിൽ അവയോട് ചേർത്ത് എല്ലാറ്റിനും കൂടിയാണ് സക്കാത്ത് നൽകേണ്ടത്. അപ്പോൾ ഇതിന് വർഷം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഒരു വർഷം പൂർത്തിയാകേണ്ട ആവശ്യമില്ല എന്നാണ് ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ്, മുആവിയ, ഇമാം അഹ്മദ് എന്നിവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അൽ മുഗ്നി എന്ന ഫിഖ് ഗ്രന്ഥത്തിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേക പാരിതോഷികങ്ങളായിട്ട് ലഭിക്കുന്ന അവാർഡ് തുക ഫിഖ്ഹിൽ അൽ മാലുൽ മുസ്തഫാദ് എന്നാണ് പറയപ്പെടുന്നത്, പുതുതായിട്ട് വന്നു ചേരുന്ന ധനം. ഇങ്ങനെയുള്ളവ ലഭിച്ചാൽ അതിൻ്റെ നിസാബ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സക്കാത്ത് നൽകണമെന്നാണ് നേരത്തെ പറഞ്ഞ സഹാബികളുടെ അഭിപ്രായം. ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും ബോണസിൽ നിന്നും ബ്ലഡ് മണിയിൽ നിന്നും അത് നൽകിയാൽ ഉടൻ അവരുടെ സക്കാത്ത് വാങ്ങിയിരുന്നതായിട്ട് അബൂ അബൈദ് അദ്ദേഹത്തിൻ്റെ അൽ അംവാൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മേൽപ്പറഞ്ഞ രൂപത്തിൽ ലഭിക്കുന്ന ധനം മറ്റു ധനത്തോട് കൂട്ടിച്ചേർത്ത് നിസാബ് പൂർത്തിയാക്കുകയും വർഷം തികയുകയും ചെയ്യുമ്പോൾ മാത്രമേ സക്കാത്ത് നൽകേണ്ടതുള്ളൂ എന്നാണ്. അതുപോലെ ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നിവ ലഭിക്കുമ്പോൾ ഈ നിസാബ് തികയുന്നതാണെങ്കിൽ അവരും സക്കാത്ത് നൽകേണ്ടതുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ ഭൂമിയും കെട്ടിടങ്ങളുമൊക്കെ വാങ്ങി വിൽക്കുന്നതിനാണല്ലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുന്നത്. വർഷാവസാനം വാങ്ങിയ സ്വത്തിൻ്റെ മാർക്കറ്റ് വില നിശ്ചയിക്കുക. 85 ഗ്രാം സ്വർണത്തിൻ്റെ വിലയാണ് നിസാബ്. അത് കണക്കാക്കിയിട്ട് അതിൻ്റെ 2% സക്കാത്ത് നൽകണം. ഇനി വർഷങ്ങളോളം വിൽപ്പന നടക്കാതെ കിടക്കുന്ന വസ്തുവാണെങ്കിൽ ഓരോ വർഷവും അതിൻ്റെ വില കണക്കാക്കിയിട്ട് സക്കാത്ത് നൽകണമെന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ഇമാം മാലിക്കിൻ്റെ വീക്ഷണത്തിൽ എല്ലാ വർഷവും സക്കാത്ത് നൽകേണ്ടതില്ല, വിൽക്കുമ്പോൾ മാത്രം സക്കാത്ത് നൽകിയാൽ മതി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരും വിവിധ മാർഗ്ഗേണ സമ്പാദിക്കുന്ന എല്ലാത്തരം ധനത്തിനും സക്കാത്ത് നിർബന്ധമാണ്. അത് കൃത്യമായിട്ട് കണക്കാക്കി നിർവഹിക്കേണ്ടതുമുണ്ട്. നൽകിയില്ലെങ്കിൽ മരണാനന്തരം ഭയങ്കരമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടും എന്നാണ് പല ഖുർആൻ ആയത്തുകളിലും അതുപോലെ ഹദീസുകളിലും മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹു അത്തരം ബാധ്യതകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.